ഇതെന്താ ഇത്രയും നേരം ഉറക്കമാണോ? സമയം ഇപ്പൊ എത്രയായി? 7:30 കഴിഞ്ഞല്ലോ. വീട്ടിലേക്ക് ഇതാണോ ശീലിച്ചു വന്നേ? ഞാനൊക്കെ രാവിലെ എണീക്കും കേട്ടോ. നമ്മളെ വീട്ടിലൊന്നും ഇങ്ങനെ എത്ര നേരം കിടന്ന് ഉറങ്ങാറില്ല. അതുകൊണ്ട് രാവിലെ നാളെ തൊട്ട് എഴുന്നേറ്റ് വരണം കേട്ടോ. അതമ്മേ ഇത്തിരി കിടന്ന് ഉറങ്ങിപ്പോയി. വയറുവേദനയായിരുന്നു. വയറുവേദന എടുത്തിട്ട് ഉറങ്ങിപ്പോയതാ. വയ്യാണ്ടിരുന്നിട്ടാണ് അടുക്കളയിലോട്ട് വന്ന് കയറിയത്. അത് കുളിക്കാതെയൊക്കെ പോയി അടുക്കളയിലോട്ടൊന്ന് കുളിക്കാതെ വന്ന് കയറാതെ. അത് കഴിഞ്ഞ് കുളിച്ചാൽ പോരെ. ഇപ്പൊ എന്തിനാ കുളിക്കുന്നത്? എനിക്ക് പൊട്ടും വയ്യ കുളിക്കാനായിട്ട്. ഇല്ല, ഞാൻ ഇത്തിരി കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഞാൻ പിന്നെ കുളിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചായ പിന്നെ ഇട്ടോളാം. കാര്യം ചെയ്യാം, ഞാൻ ചായ ഇട്ടുതരാം. നീ കുളിക്കാതിരിക്കുന്നതിന് അവനും കൂടെ ചായ കുടിക്കാതിരിക്കണ്ടേ? ഞാൻ ചായ ഇട്ടുതരാം. നീ ഒരു കാര്യം ചെയ്യും, നീ ഫ്രണ്ടിലോട്ടൊന്നും പോയിരിക്കരുത്, സെറ്റിലൊന്നും പോയിരിക്കല്ലേ. മാക്സിമം നീ റൂമിൽ തന്നെ ഇരിക്കാനായിട്ട് നോക്ക്. കിടക്കുകയാണെങ്കിൽ ആ റൂമിൽ അങ്ങനെ കിടക്ക്. റൂമിൽ തറയിലോ പായങ്ങാനും വിരിച്ചിട്ട് കിടക്കാൻ പറ്റുമെങ്കിൽ കിടന്നോ, അതാ നല്ലത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പീരീഡ്സ്. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്നായാലും ഭർത്താവിന്റെ വീട്ടിൽ നിന്നായാലും ഒരുപാട് അവഗണനകൾ ഉണ്ടാവാറുണ്ട്. ഉണ്ടാകാത്ത വീടുകളും ഉണ്ട്, ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന വീടുകളും ഉണ്ട്. അപ്പോൾ ഇതിന് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവട്ടെ.